സരോജിനി ദാമോദരൻ ഫൗണ്ടേഷൻ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തെ മികച്ച ജൈവ കർഷകനുള്ള അക്ഷയശ്രീ അവാർഡ് പുരസ്കാര സമർപ്പണം മുഹമ്മയിൽ നടന്നു. ഗൗരിനന്ദനം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ചലച്ചിത്ര താരം ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ഓരോ വർഷവും ഇങ്ങനെ പുതിയ ക്യാൻസർ രോഗികൾ ഉണ്ടായി വന്നാൽ എന്തായിരിക്കും നമ്മുടെ നാടിന്റെ അവസ്ഥ? ഇത്തരം അറിവുകൾ ആണ്. അപ്പൊ ഇത്തരം രോഗങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് പണ്ടൊക്കെ ഒരു സംശയമുണ്ടായിരുന്നു. ഈ ക്യാൻസർ വരുന്നത് എന്തുകൊണ്ടായിരിക്കും എന്ന് ആളുകൾ സംശയിച്ചിരുന്നു. ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സംശയത്തിന്റെ ആവശ്യമേ ഇല്ല. എല്ലാവർക്കും വളരെ വ്യക്തമായ രീതിയിൽ മനസ്സിലായി കഴിഞ്ഞു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും മാത്രമാണ് ഈ രോഗങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്, വേറെ എവിടെ നിന്നും കടന്നു വരുന്നതല്ല. അപ്പോൾ സ്വാഭാവികമായും ആ അറിവുകൾ നമ്മളെ എങ്ങോട്ട് നയിക്കുന്നു? ഇപ്പം കാശിന് വേണ്ടി കാശുണ്ടാക്കുന്നവൻ കാശിന് കൊള്ളാത്തവനാണെന്ന് പറയും. വേണ്ടി ചെലവാക്കുമ്പോൾ ആ കാശിന് ഒരർത്ഥം ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് സരോജിനി ദാമോദരൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു പുണ്യകർമ്മമാണ് ചെയ്യുന്നത്. ഇവിടെ കൂടിയിരിക്കുന്ന ജൈവ കർഷകർ പുണ്യ ആത്മാക്കളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിനേക്കാളും വലിയ രാഷ്ട്രീയമോ ഇതിനേക്കാളും വലിയ പുണ്യപ്രവൃത്തിയോ ഇതിനേക്കാളും വലിയ അത്ഭുതമോ ഈ ലോകത്ത് വലുതായിട്ടൊന്നും സംഭവിക്കാനില്ല. നമ്മൾ ഒരു കപ്പൽ ഛേദത്തിൽ പെട്ട് ഒരു ദ്വീപിൽ ഒറ്റപ്പെട്ട ജീവിതം നയിക്കേണ്ടി വന്ന റോബിൻസൺ ക്രൂസോ എന്ന് പറയുന്ന ആളുടെ കഥ അല്ല ഇത്. നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുന്നു. പരസ്പരം ഇടപഴകിയും സ്നേഹിച്ചും സഹകരിച്ചും ജീവിക്കുമ്പോൾ നമ്മുടേത് മാത്രമായ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ ചുറ്റുപാടുകളുള്ള ആളുകളെയും നമ്മളിപ്പോൾ ദൈവത്തോട് എന്ത് പ്രാർത്ഥിക്കും? ആപേക്ഷികമാണ് പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത്. എനിക്ക് നല്ല ആയുസ് തരണേ, എനിക്കൊരു രോഗവും വരുത്താതെ അല്ല. നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾക്കും നന്മയും ആരോഗ്യവും ഒക്കെ ഉണ്ടാവുന്നു എന്നറിയുന്നതും നമ്മുടെ സന്തോഷത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ആ രീതിയിൽ വേണം കാണാൻ. നമ്മൾ ഒരു സാമൂഹ്യ സേവനമാണ് ചെയ്യുന്നത്. ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ ആവശ്യത്തിനെങ്കിലും നമ്മൾ ജൈവ രീതിയിൽ കൃഷി ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ അതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നത്. എനിക്കതിനെപ്പറ്റി ഒന്നും അറിയില്ല. പക്ഷെ ഞാൻ ഓരോ ഘട്ടത്തിലും അറിയുന്നവരെ വിളിച്ചു വരുത്തി അവരോട് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ചോദിച്ചിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. ചടങ്ങിൽ പുരസ്കാര ജേതാവ് CJ പ്രകാശിന് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. 50,000 രൂപയും സർട്ടിഫിക്കറ്റും അടങ്ങുന്നതാണ് അവാർഡ്. ട്രസ്റ്റ് ചെയർപേഴ്സൺ കുമാരി ഷിബുലാൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ജില്ലാതല കാർഷിക അവാർഡുകളും ചടങ്ങിന്റെ ഭാഗമായി വിതരണം ചെയ്തു.